ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഈ അറ്റകുറ്റപ്പണികൾ നടത്തിയതിന് ശേഷം വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെയാണ് ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അദ്ദേഹം അത് നാട് മുഴുവൻ കൊണ്ടു നടന്ന് ഘോഷയാത്ര നടത്തി, കണ്ട ആളുകളുടെ മുഴുവൻ വീട്ടിൽ കൊണ്ടുവച്ച് പൂജ നടത്തി, ഏതെങ്കിലുമൊക്കെ അമ്പലങ്ങളുടെയോ കാവുകളുടെയോ പരിസരത്തിൽ കൊണ്ടുവച്ച് പൂജ നടത്തി, അന്യായമായ ധനസമ്പാദനം നടത്തിയിരിക്കുന്നു, അതിനൊപ്പം തന്നെ പേരും പെരുമയും നേടിയിരിക്കുന്നു എന്നുള്ളത് കൂടി പറഞ്ഞു വെക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരാളെ ഏകപക്ഷീയമായി ഉത്തമ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ പേരിലാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ആളുകൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെ നാട് മുഴുവൻ ഘോഷയാത്ര നടത്താനുള്ള അനുമതി എങ്ങനെയാണ് ഒരാൾക്ക് ഏകപക്ഷീയമായി സർവാധികാരത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുക? ഇല്ല, അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവരെന്നാണ് ഇപ്പം ഇളക്കിയത്. അത് സെപ്റ്റംബർ 7-ാം തീയതിയാണ്. എന്താണ് സെപ്റ്റംബർ 7-ന്റെ പ്രത്യേകത? അന്ന് പൗർണമിയാണ്, അന്ന് ചന്ദ്രഗ്രഹണമാണ്. കേരളത്തിലെ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളും ഈ ചന്ദ്രഗ്രഹണത്തിന് അടയ്ക്കും. ആ ചന്ദ്രഗ്രഹണ സമയത്താണ് ഇവർ ഇത് ഇളക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് പുള്ളിയുടെ വിശ്വാസത. പുള്ളി ചന്ദ്രഗ്രഹണ സമയത്ത് ഒരു മഹാസംഭവത്തിൻ്റെ മഹാക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ നാസാരന്ധ്രങ്ങളായിട്ടാണ് ഈ ദ്വാരപാലകരെ നമ്മൾ കാണുന്നത്. 2 ഇടയും പിങ്ങളായിട്ടുള്ള 2 നാസാരന്ധ്രങ്ങളാണ്. അതിൽ കൂടെയാണ് ദേവൻ്റെ പ്രാണൻ പോവുകയും വരികയും ചെയ്യാമെന്ന് പറയാം. ഇതിനകത്തേക്ക് പ്രവേശിക്കുന്ന അതിനകത്തൂടെ അതിൻ്റെ പാളി തന്നെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അത് ചന്ദ്രഗ്രഹണത്തിനാണ് ആക്ച്വലി ഈ പറഞ്ഞ ദൈവിക ചൈതന്യത്തിന് ഇച്ചിരി ഒരു കുഞ്ഞിനെ പോലെ തന്ത്രിയും മറ്റ് പൂജാരിമാരും ഒക്കെ ആ സമയത്ത് ഭക്തരെ പോലും അടുപ്പിക്കില്ല, പൂജ നടത്തത്തില്ല, ഫുള്ള് അടച്ചിട്ട് അമ്പലം ഫുള്ള് ക്ലോസ് ചെയ്യും. അത്രയ്ക്ക് ഇതായിട്ടാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നമ്മൾ കാണുന്നത്. കാര്യം ഈ അയ്യപ്പ വിശ്വാസത്തിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളുടെയും. പക്ഷേ അയ്യപ്പന് പ്രത്യേകത ഉണ്ട്. വെറും വൈദികവും താന്ത്രികവും തന്നെ അല്ല, അവിടെ ഒരു സിദ്ധ പരമ്പരയുണ്ട്. 3ാമതൊരു ലൈനൂടെ അവിടെ ഉണ്ട്. ആ സിദ്ധ പരമ്പരയുടെ കുറേ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ നെയ്യഭിഷേകം എന്ന് പറഞ്ഞ സാധനം പഴയ തേനഭിഷേകം ഈ സിദ്ധ പരമ്പരയുടെയാണ്. മകരവിളക്ക് സിദ്ധ പരമ്പരയുടെയാണ്. മണിമണ്ഡപം സിദ്ധ പരമ്പരയുടെയാണ്. പുലിപ്പാണി സിദ്ധ എന്ന് പറയുന്ന വ്യാഘ്രപാതരുടെയൊക്കെ ഒരു വലിയ അയ്യപ്പൻ്റെ ഗുരുവായിട്ടുള്ളൊരു സംഭവമാണ്. 18 സിദ്ധന്മാരുടെ 18 പടികൾ അങ്ങനെ കണക്കാക്കുന്നുണ്ട്. അവരുടെ ഒരു ഇതായിട്ടുള്ളൊരു ഏരിയയുടെ ഇതാണത്. അപ്പം അത്രയ്ക്കൊക്കെ വളരെ വിശാലമായ രീതിയിൽ വിഘ്നഹന്ത്രി ശത്രുഹന്ത്രി എന്ന് പറഞ്ഞ അയ്യപ്പൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള അവരുടെ ഗാഡ്സ് ഏറ്റവും അവരുടെ എന്താ പറയുക മൈന്യൂട്ട് മർമ്മത്തിൽ, നമ്മളിപ്പം ഈ മർമ്മത്തിലൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അമൃതകല വിഷകല എന്നൊക്കെ പറഞ്ഞ് 15 ദിവസം മേലോട്ട് പോവുകയും 15 ദിവസം താഴോട്ട് പോകുന്ന സാധനത്തുണ്ട്. അതിൻ്റെ ഉച്ചിമർമ്മത്തിൽ തന്നെ അടിക്കുന്ന ഒരു കളരിയ സമ്പ്രദായത്തിൻ്റെ ഒക്കെ ഒരു വലിയൊരു ടെക്നിക്ക് സംഭവമാണ്. ആ സംഭവത്തിൽ ആ സമയത്താണ് ഇതൊക്കെ ഇളക്കുന്നത്. അതൊക്കെ വളരെ നമുക്ക് ആ കോറി നിൽക്കുന്നവർക്ക് അതിൻ്റെ ആ വേദന മനസ്സിലാകത്തുള്ളൂ. വളരെ ഒരിക്കലും തന്ത്രിയോ അല്ലെ മറ്റു പൂജാരികളോ ആരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അവർ അച്ഛനായിരിക്കാം, അവർ സത്യം പറഞ്ഞാൽ ഇത് അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ആ ദിവസം നടക്കുന്നത്. പക്ഷെ മറ്റേവർ ഇത് അറിഞ്ഞുകൊണ്ടാണ്. ഇതിന്റെ ബാക്കിൽ നിൽക്കുന്ന നമ്മൾ പഴയ യോധയുടെ ഒരു സിനിമയ്ക്കകത്തൊക്കെ കണ്ട ഈ തീമൊക്കെ ആ സിനിമയിലെ ഇതായിട്ടുണ്ട്. അത്രമാത്രം ഭീകരമാണത്. നമ്മളത് മനസ്സിലാക്കണം. കാര്യം ഇവരിങ്ങനെയാണ് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതാണ് അവരുടെ വില. ആ ഒരു വില എന്ന് വെച്ചാൽ ഈ സമയത്ത് അവിടെ നിന്ന് എടുത്ത ഒരു സംഭവം. അപ്പം അതിന് ഇത്ര വിലയുണ്ട്. കാര്യം അതേ രീതിയിൽ അതിൻ്റെ ബാക്ക് എൻഡിൽ ഈ കാര്യങ്ങളെയും ഈ വിശ്വാസങ്ങളെയും ഈ പറഞ്ഞ ആചാര്യ തലത്തിൽ ബോധ്യമുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പറയിൽ നിൽക്കുന്നത്, ബാക്ക് എൻഡിൽ നിൽക്കുന്നത്. അതാണ് ഉണ്ണികൃഷ്ണപിരിയൊക്കെ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഈ ശനിദേവനും നവഗ്രഹ ക്ഷേത്രങ്ങളും നവഗ്രഹ തോഴനൊക്കെയാണ് അയ്യപ്പന്. അപ്പം ആ രീതിയിൽ സമസ്ത ചരാചരങ്ങളെയും കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിയാണ് ഇവർ വിൽക്കുന്നത്. അപ്പം ആ വിൽപ്പനയ്ക്ക് വില എന്ന് വെച്ചാൽ അയ്യപ്പനെ സംബന്ധിച്ച് ഇരുമുടി കെട്ടി വരുന്ന ഒരു പിടി അരിയും അല്ലെങ്കിൽ നാളികേരത്തിനകത്തുള്ള ഒരു 2 തുടം നെയ്യും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിജയമല്ലിയുടെ 30 കിലോ സ്വർണ്ണമൊക്കെ ഒരേപോലെ ഉള്ളൂ. അയ്യപ്പന് ഇതൊന്നും വ്യത്യാസമല്ല. അതിനെ വില അദ്ദേഹം ഒരേപോലെ കൽപ്പിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ചൈതന്യം ലോകത്തിങ്ങനെ ഓരോ ദിവസവും ഇരട്ടി ആൾക്കാരായിട്ട് ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മളിപ്പോഴാണ് ഈ മാസപൂജയും ഈ 41-50 ദിവസമൊക്കെ അമ്പലം തുറക്കുന്നതൊക്കെ. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് 10-15 ദിവസത്തെ സമയം മാത്രമേ ഉള്ളൂ നാട്ടുകാർക്ക് അവിടെ പ്രവേശനം. ബാക്കി സമയത്ത് ഈ നിഗൂഢമായ ആചാര രീതികളും പൂജയും അദ്ദേഹം വളരെ സ്വസ്ഥമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അത് വളരെ എന്താ പറയുക, എനിക്കത് കൂടുതൽ അങ്ങനെ ഇത് പറയാനും പറ്റുന്നില്ല. കാര്യം അത്രയ്ക്ക് ഇതുള്ള ഒരു സംഭവത്തിനെയാണ് ഇവർ ഈ പൂജാരി വർഗ്ഗങ്ങളും ഈ അധികാരവർഗ്ഗങ്ങളും ഈ ബാക്കിയുള്ളവരും എല്ലാം കൂടെ ചേർന്ന് നിന്നിട്ട് ഇതിനെ ഒരു വിൽപ്പന ചരക്കായിട്ട് ഇങ്ങനെ ഒരു പൊതുവേദിയിൽ ഇത് ചർച്ച ചെയ്യത്തക്ക രീതിയിൽ എത്തിയിരിക്കുന്നത്. അത് വളരെ ക്രൂരമാണ്. അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ മഹാചൈതന്യം എന്തുകൊണ്ടോ അങ്ങനെ രീതി വന്നുകൊണ്ടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഏത് ശക്തി ആയാലും അത് ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള വിഗ്രഹാരാധനയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഈ ശബരിമല ക്ഷേത്രം പോലൊരു സ്ഥാനത്തിനെ തകർക്കാൻ വേണ്ടി തന്നെയാണ്. അത് ഉറപ്പായിട്ട് നമുക്ക് അനുവദിക്കാൻ പറ്റുന്നതല്ല
മാത്രമല്ല ഈ ഹൈക്കോടതിയുടെ ഇടപെടലും ഈ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ ഇടപെടലും കൊണ്ടൊക്കെയാണ് ഇത് ഇത്രയെങ്കിലും ഒക്കെ വന്നിരിക്കുന്നത്. കാര്യം ഓരോ ദിവസം അതിനനുസരിച്ച് അദ്ദേഹം ഓരോരോ ക്ലൂസ് തന്നതെന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കേരളം ഞെട്ടുന്ന രീതിയിലാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എങ്ങനെ ഇത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റത്തില്ല. കാര്യം അത് അത്രയ്ക്ക് മറക്കപ്പെടേണ്ട സാധനമാണ്. പക്ഷെ അതെല്ലാം തുറന്നു വന്നു. അതുപോലെ തന്നെ SIT ഇപ്പോൾ അന്വേഷണം വന്നിട്ടുണ്ട്. അവരുടെ അന്വേഷണം വരട്ടെ. അത് പൂർണ്ണമായിട്ടും വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. എല്ലാവരും എക്സ്പോസ് ചെയ്യപ്പെടും. ഈ ഒരു സംഭവത്തിൽ ഈ ഒരു സമ്പ്രദായം തന്നെ മാറ്റപ്പെടും. കാര്യം ഇനി വരുമ്പോൾ ഈ ജെൻസി എന്ന് പറയുന്ന പുതിയ തലമുറയ്ക്ക് നമുക്ക് വളരെ ഇതായിട്ട് ലോകത്തിന് മൊത്തം ഇതായിട്ട് കാണിച്ചു കൊടുക്കേണ്ട ഒരു സിസ്റ്റമാണിത്. ആ ഒരു അയ്യപ്പ തീർത്ഥാടനം എന്ന് പറയുന്നത്. കാര്യം മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ദൈവവിശ്വാസത്തെ നീ തന്നെയാണെന്ന് പറയുന്ന ആ രീതിയിലുള്ള ഒരു വിശ്വാസം, ജാതിയോ മതയോ വർഗമോ ദേശമോ ഒന്നുമില്ലാത്ത ഒരു വിശ്വാസം, അതിന് തകർക്കാനുള്ള ശ്രമമാണ്. അത് ഇത്രയൊക്കെ വന്നു. ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ ബാക്കിയും വരട്ടെ. ഞാൻ എന്തായാലും വിശ്വാസമുണ്ട്. കാര്യം SITയുടെ അന്വേഷണം നല്ല രീതിയിൽ തന്നെ പോകും. അതിൻ്റെ യഥാർത്ഥ കോറിൽ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം പിടിച്ചു മാറ്റപ്പെടും. അവരെല്ലാം വാനിഷ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.